എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോൾ സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സൈഡ് ചേർത്തിട്ട് ഇങ്ങനെ പോകുന്നു. കണ്ടില്ല, അധികം സ്പീഡില്ല, ഒരു മീഡിയം സ്പീഡിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് സ്പീഡ് കുറച്ചു. ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ട് പോവാം, പിന്നീട് സ്പീഡ് കൂട്ടാം. നമുക്ക് ഓവർടേക്ക് കഴിയുമ്പോൾ സ്പീഡ് കുറച്ച് കൂട്ടാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പോവാം. നമ്മൾ അധികം ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ഒന്നും ഡ്രൈവ് ചെയ്യരുത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വണ്ടികളുണ്ടോ നോക്കണം. അതേപോലെ തന്നെ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വേറെ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നേരെ മാത്രം നോക്കി എപ്പോഴും ഡ്രൈവ് ചെയ്യരുത്. എപ്പോഴും സൈഡൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഇതായി ലെഫ്റ്റ് സൈഡ് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, റൈറ്റ് സൈഡ് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. നമ്മളെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അധികം ആളുകളും സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുന്ന കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത്. നോക്കുക, ഇതൊരു സീബ്ര ലൈനാണ്. ഇതാ ഇവിടെ ഞാനിപ്പോൾ വണ്ടി നിർത്തുന്നു. കുട്ടികളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, വണ്ടികളിങ്ങനെ നിർത്തി കൊടുക്കണം. നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കണം. കണ്ടില്ലേ, എങ്ങനെ നിങ്ങൾ നിർത്താതെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിർത്തണം, തീർച്ചയായിട്ടും വണ്ടി നിർത്തണം, നിർത്തിയിട്ട് പോകണം. ഇപ്പോൾ ഓക്കെ, നമുക്ക് പോകാനുള്ള സിഗ്നൽ തന്നു, പോലീസ് ഉണ്ട്. അവരെന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഡ്യൂട്ടി എടുക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാണ്. മഴക്കും വെയിലിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ട്രാഫിക് പോലീസൊക്കെ വണ്ടികൾ കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഒരു സാഹചര്യങ്ങളും അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വണ്ടിയിലിരുന്ന് AC ഒക്കെ ഇട്ട് സുഖമായിട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കും. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ട്രാഫിക് പോലീസൊക്കെ റോഡിലുള്ളത്. അപ്പം അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പാലിച്ചിരിക്കണം. ശരിക്കും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട, നല്ല റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകളാണ് ഇവരൊക്കെ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോയി ഞാൻ റൈറ്റിലേക്ക് ടേൺ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പതിയെ പോകുന്നു. ഞാനിപ്പോൾ ഇതാ സെൻട്രൽ ലൈന് ചേർത്ത് പോകുന്നു. ഓവർടേക്ക് ചെയ്യുന്നവർ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തിട്ടെന്ന് വെച്ചിട്ടാണ്. ഇതാ ഇവിടെ ഒരു ബസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇടയിൽ നിങ്ങൾ നോക്കി, ആ ബസ് പോകാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തു. ബസ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഇവിടുന്ന് ഫുള്ളായിട്ട് സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് പതിയെ മുന്നിലേക്ക് എടുക്കുന്നു. നോക്കി നിങ്ങൾ, കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പോൾ മുമ്പിലൊരു വണ്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് റൈറ്റ് ചേർത്തിട്ട് എടുക്കുന്നു. സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് മെല്ലെ ശ്രദ്ധിച്ചെടുക്കണം. ചെറിയൊരു ഹമ്പുണ്ട്, ഹമ്പ് ഇതാ പതിയെ കയറി ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു റെയിൽവേ ഗേറ്റാണ്, ഗേറ്റ് ഓപ്പൺ ആണ്, അതുകൊണ്ട് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് പതിയെ വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു. പതിയെ വീണ്ടും ഒരു ഹമ്പുണ്ട്, ഹമ്പ് ഇതാ ഇങ്ങനെ പതിയെ കയറി ഇറങ്ങുകയാണ്. കണ്ടില്ലേ, പതിയെ കയറി ഇറങ്ങി. വീണ്ടും ഒരു ഹമ്പുണ്ട്, ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പതിയെ കയറി ഇറങ്ങി. കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ട് ഹമ്പുകളൊക്കെ കയറി ഇറങ്ങി ഞാനിപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊക്കെ റൈറ്റൊക്കെ ചേർത്ത് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ലെഫ്റ്റ് അല്ല, ചിലപ്പോൾ റൈറ്റ് ചേർത്തൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒക്കെ ഉള്ള വണ്ടികളെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രാക്ടീസ് മസ്റ്റാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. വീഡിയോ കാണുന്ന സമയത്ത്, എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നി ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ എന്ന്. പക്ഷേ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഡ്രൈവിങ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എൻ്റെ മെത്തേഡുകൾ ഫോളോ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവരുടെയൊക്കെ അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കക്കാരൊക്കെ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നോട് സ്നേഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണത്. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്